നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെർമിറ്റ് പുതുക്കിയില്ല. തൃശൂർ കോർപ്പറേഷന്റെ വാഹനത്തിനെതിരെ കേസെടുത്ത മോട്ടോർ വാഹന വകുപ്പ്. വാഹനത്തിന് പുക പരിശോധനാ സർട്ടിഫിക്കറ്റുമില്ല. ആശാ വർക്കർമാർക്ക് ചിറ്റൂർ നഗരസഭ പ്രതിമാസം 2000 രൂപ നൽകും. തനത് ഫണ്ടിൽ നിന്ന് വേതനം അനുവദിക്കുന്നതിനുള്ള പ്രമേയം നഗരസഭാ കൗൺസിൽ പാസാക്കി. കേരളത്തിൽ ആദ്യമായി ഈ തീരുമാനമെടുക്കുന്നത് ചിറ്റൂർ നഗരസഭ. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ പൊതുസ്ഥലത്ത് മലിനജലം ടാങ്കറിലെത്തിച്ച് ഒഴുക്കിവിട്ടവർക്കെതിരെ നടപടി. 1,00,000 രൂപ പിഴ ചുമത്തി നഗരസഭാ എൻഫോഴ്സ്മെന്റ്. തുടർന്നും പരിശോധന ശക്തമാക്കുമെന്ന് അധികൃതർ. വാർത്തകൾ വിശദമായി. ആശാ വർക്കർമാർക്ക് പ്രതിമാസം 2000 രൂപ നൽകാൻ ചിറ്റൂർ നഗരസഭ. തനത് ഫണ്ടിൽ നിന്നും ആശാപ്രവർത്തകർക്ക് വേതനം അനുവദിക്കുന്നതിനുള്ള പ്രമേയം കൗൺസിൽ ഏകകണ്ഠേന പാസാക്കി. ചിറ്റൂർ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് ആശാ വർക്കർമാർക്ക് ധനസഹായം അനുവദിക്കുന്നതിന് സർക്കാർ അനുമതി ആവശ്യമാണ്. ഇത് സംബന്ധിച്ച അപേക്ഷയിൽ സർക്കാർ അനുമതി നൽകുന്ന മുറയ്ക്ക് ധനസഹായം അനുവദിക്കാനാണ് നഗരസഭാ തീരുമാനമെന്ന് ചെയർമാൻ അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ അറിയിച്ചു. ആശാ വർക്കർമാര് വളരെ ഭാരിച്ച ജോലി ഭാരം അനുഭവിക്കുന്നവരാണ്. അവർക്ക് അവരുടെ ജോലി ഭാരത്തിനനുസരിച്ചുള്ള വേതനം ലഭിക്കുന്നില്ല എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് ചിറ്റൂർ തത്തമല നഗരസഭ അവർക്ക് പ്രതിമാസം 2000 രൂപ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ കൗൺസിൽ യോഗത്തിൽ ഐക്യകണ്ഠേന തീരുമാനമെടുത്തു. അതായത് തനത് ഫണ്ടിൽ നിന്ന് ചെലവാക്കാൻ സർക്കാരിന്റെ അനുമതി വേണ്ടതുകൊണ്ട് സർക്കാരിന്റെ അനുമതിക്കായിട്ട് അകത്ത് സർക്കാരിലേക്ക് സമർപ്പിച്ചു. വേതന വർധനവ് ആവശ്യപ്പെട്ട് കേരളത്തിലെ ഒരു വിഭാഗം ആശാപ്രവർത്തകർ നിരന്തരം സമരത്തിലാണ്. ആശമാരുടെ വേതന വർധനവിനായി മറ്റ് സംസ്ഥാനങ്ങളിൽ സമരം നടത്തുന്ന CITU കേരളത്തിൽ ഇതിന് വിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നത്. UDF അധികാരത്തിൽ വന്നാൽ ആശാ വർക്കർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായി ചിറ്റൂർ നഗരസഭയാണ് ആശമാർക്ക് ധനസഹായം വർദ്ധിപ്പിക്കാൻ പ്രമേയം അവതരിപ്പിച്ച് തീരുമാനമെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ കോർപ്പറേഷന്റെ LGV വാഹനത്തിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു. പെർമിറ്റ് പുതുക്കാത്തതിനും പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനുമാണ് കേസ്. തൃശൂർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ഇൻസ്പെക്ടർ PV ബിജുവിന്റെ നേതൃത്വത്തിലാണ് തൃശൂർ കോർപ്പറേഷന്റെ LGV വാഹനം പരിശോധിച്ചത്. വാഹനത്തിന് പെർമിറ്റില്ലെന്ന് പരിശോധനയിൽ ബോധ്യമായി. പുക പരിശോധനാ സർട്ടിഫിക്കറ്റുമില്ല. രേഖകളുടെ അഭാവത്തിൽ 5000 രൂപ പിഴ ചുമത്തിയതിനു പുറമെ വാഹനത്തിനും ബന്ധപ്പെട്ടവർക്കുമെതിരെ കേസുമെടുത്തിട്ടുണ്ട്. കൊക്കാലെ ജംഗ്ഷനിൽ കേടുവന്ന ഓട വൃത്തിയാക്കുന്ന സ്ഥലത്തു നിന്നാണ് ഈ വാഹനം കണ്ടെത്തിയത്. തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടർ PV ബിജു അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ പൊതുസ്ഥലത്തേക്ക് മലിനജലം ടാങ്കറിൽ കൊണ്ടുവന്ന് ഒഴുക്കിവിട്ടവർക്കെതിരെ കർശന നടപടിയുമായി നഗരസഭാ എൻഫോഴ്സ്മെന്റ് 50,000 രൂപയാണ് പിഴയായി ഈടാക്കിയത്. തുടർന്നും പരിശോധന ശക്തമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ പൊതു സ്ഥലത്തേക്ക് മലിനജലം ടാങ്കറിൽ കൊണ്ടുവന്ന് ഒഴുക്കിവിട്ടവർക്കെതിരെയാണ് കർശന നടപടിയുമായി നഗരസഭ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് രംഗത്തെത്തിയത്. നഗരസഭയിലെ 4-ാം വാർഡിൽ ഉൾപ്പെട്ട സ്ഥലത്ത് മലിനജലം ഒഴുക്കിവിട്ടെന്ന പരാതിയെ തുടർന്ന് നഗരസഭ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും ഷൊർണൂർ പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി കുറ്റക്കാരെ കണ്ടെത്തുകയായിരുന്നു. ഇവരിൽ നിന്നും 50,000 രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട്. പരിസര മലിനീകരണത്തിനും ജലസ്രോതസ്സുകളിലൂടെ കുടിവെള്ളം മലിനമാക്കുന്നതിനും കാരണമാകുന്നുവെന്ന് കണക്കിലെടുത്താണ് കർശന നടപടി സ്വീകരിച്ചത്. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ എൻഫോഴ്സ്മെന്റ് പരിശോധനകൾ തുടർന്നും കർശനമാക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി PS രാജേഷ് അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ സയൻസ് നാഷണൽ ഡോക്യുമെന്ററി ഫെസ്റ്റിവലിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. ഗാന്ധിവധവും സത്യാന്വേഷണങ്ങളും എന്ന വിഷയം കവി PN ഗോപികൃഷ്ണൻ അവതരിപ്പിച്ചു. എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിൽ ഓരോ അസറ്റും നമ്പർ ഇട്ടിട്ട്, ഇപ്പോൾ 10 കസേര ഉണ്ടെങ്കിൽ 10 കസേരയിൽ 1, 2, 10 വരെ നമ്പർ ഇട്ടിട്ട് അതിൽ ഇത്ര പാകിസ്ഥാന്, ഇത്ര ഇന്ത്യക്ക് എന്ന് തീരുമാനിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാരോട് ഓപ്ഷൻ ചോദിച്ചു. പാകിസ്ഥാനിൽ പോകേണ്ടവർ അത് എഴുതി കൊടുത്തു, ഇന്ത്യയിൽ നിൽക്കേണ്ടവർ അത് എഴുതി കൊടുത്തു. പാകിസ്ഥാനിലെ ലാഹോറിലും കറാച്ചിയിലും ഒക്കെ ഉള്ള ഉദ്യോഗസ്ഥർ കുറേ പേര് ഇന്ത്യ സ്വീകരിച്ചു. ഇങ്ങനെ ആകെ താറുമാറായി കിടക്കുകയാണ്. പോലീസ് സേനയൊക്കെ തകർന്ന് കിടക്കുകയാണ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ടായിട്ടില്ല. ഈ സമയത്താണ് ഗാന്ധിയുടെ കൊലപാതകം നടക്കുന്നതെന്ന് ഓർക്കണം. എങ്കിൽ പോലും ആ സമയത്ത് 2-ാം തീയതി ഇറങ്ങിയ ആ കമ്മ്യൂണിക്കെ പ്രകാരം നിരോധിക്കപ്പെട്ട സംഘടനയുടെ പേര് രാഷ്ട്രീയ സ്വയം സേവക സംഘം അഥവാ RSS എന്നാണ്.
ഇന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഗാന്ധിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആദ്യമായി നിരോധനം ഏർപ്പെടുത്തിയ സംഘടന RSS ആണ്. അവരാണ് ഇന്ന് ഒരർത്ഥത്തിൽ ഈ പറയുന്ന തരത്തിൽ അധികാരത്തിൽ എത്തിയിട്ടുള്ളതെന്ന് കൂടി ആ വിപര്യം നിങ്ങൾ ഓർക്കണം. സംഘാടക സമിതി ചെയർമാൻ MR മുരളി അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ S കൃഷ്ണദാസ്, ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല, മീഡിയ കമ്മിറ്റി കൺവീനർ രാജീവ് വെള്ളത്ത്, N ദിനേശ് ബാബു, പ്രവീൺ എന്നിവർ സംസാരിച്ചു. ഫെബ്രുവരി 6 മുതൽ 10 വരെ ഷൊർണൂർ അനുരാഗ് സിനിമാസിലാണ് സയൻസ് ദേശീയ ഡോക്യുമെൻ്ററി ഹ്രസ്വ ചലച്ചിത്രമേള നടക്കുക. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. കലാമണ്ഡലം ഗീതാനന്ദന്റെ ഓർമ്മയ്ക്കായി നൽകുന്ന അവാർഡ് ദാനവും ഗീതാനന്ദൻ അനുസ്മരണ സമ്മേളനവും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ സംഘടിപ്പിച്ചു. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പറഞ്ഞാൽ അതൊരു ഒരു തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ ഒരു വ്യാഖ്യാനത്തിലേക്ക് കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളെയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോർപ്പോറിയലായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ബോഡി എൻ്റെ ഒരു ശരീരവുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയത്തെയൊക്കെ കാണിക്കുവാൻ അദ്ദേഹത്തിന്, കാരണം ഇതൊരിക്കലും ഈ ഒരു കലാരൂപവും തുള്ളൽ എന്ന് പറഞ്ഞത് തികച്ചും ഒരു രാഷ്ട്രീയമാണെന്ന് തന്നെ പറയാം. കാരണം രാഷ്ട്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സർക്കാസം അല്ലെങ്കിൽ എപ്പോഴും അധികാരത്തിനെ വളരെ ക്രിട്ടിക്കലായിട്ട് ഹാസ്യത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കണ്ട ഒരു കലാരൂപമായിരുന്നു തുള്ളൽ. അത് ഒരു സർക്കാർ സ്ഥാപനത്തിനുള്ളിൽ എത്രമാത്രം പ്രാവർത്തികമാകും എന്നുള്ള വേറൊരു ചോദ്യമുണ്ട്. അതൊരു വളരെ ഒരു എന്താ പറയുക, ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ആലോചിക്കേണ്ട ഒരു ചോദ്യമാണത്. അതോടൊപ്പം തന്നെ ക്ലാസിക്കൽ പാരമ്പര്യത്തിന് വിരുദ്ധമായി അല്ലെങ്കിൽ അതിന് ബദലായി വന്ന ഒരു കലാരൂപം ക്ലാസിക്കൽ എന്താ പറയുന്ന ചുറ്റുപാടുകൾക്കുള്ളിൽ തന്നെ നിലകൊള്ളുന്നു. ഇത് ചില വൈരുദ്ധ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. കേരള കലാമണ്ഡലം ഗീതാനന്ദൻ സ്മാരക ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന കലാമണ്ഡലം ഗീതാനന്ദൻ അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും ബുധനാഴ്ച കൂത്തമ്പലത്തിൽ നടന്നു. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കേശവ ഗീതാനന്ദം പുരസ്കാരം പ്രഭാകരൻ പുന്നശ്ശേരിക്ക് 12,000 രൂപയും പ്രശസ്തി പത്രവും മൊമെന്റോയും നൽകി. ഗീതാനന്ദം യുവപ്രതിഭാ പുരസ്കാരം കലാമണ്ഡലം കവിതയ്ക്ക് പ്രശസ്തി പത്രവും മൊമെന്റോയും കഥകളി ആചാര്യൻ സദനം കൃഷ്ണൻകുട്ടി പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. പ്രൊഫസർ NK ഗീത അനുസ്മരണ പ്രഭാഷണം നടത്തി. കലാമണ്ഡലം മോഹനകൃഷ്ണൻ, ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടി, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി, കലാമണ്ഡലം ഭരണസമിതി അംഗങ്ങളായ K രവീന്ദ്രനാഥ്, ഡോക്ടർ N ഹരികുമാർ, കലാമണ്ഡലം ഹരിനാരായണൻ, കലാമണ്ഡലം സംഗീത പ്രസാദ്, പാലക്കാട് മഹേഷ് കുമാർ, കലാമണ്ഡലം ഗോപിനാഥ പ്രഭ, കലാമണ്ഡലം ശിവദാസ്, കലാമണ്ഡലം കൃഷ്ണകുമാർ, വയല രാജേന്ദ്രൻ, കലാമണ്ഡലം പരമേശ്വരൻ, കലാമണ്ഡലം മഹേന്ദ്രൻ, കൃഷ്ണകുമാർ, ഷാർമിള തുടങ്ങിയവർ സംസാരിച്ചു. കലാമണ്ഡലം ഗീതാനന്ദൻ മാനേജിംഗ് ട്രസ്റ്റി ശോഭ ഗീതാനന്ദൻ സ്വാഗതവും ട്രസ്റ്റ് ബോർഡ് അംഗം ശ്രീജ വിശ്വം നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാണികുളം പുലാച്ചിത്ര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ ആഘോഷം തുടങ്ങി. ഫെബ്രുവരി 1 വരെയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന തൈപ്പൂയ ചടങ്ങുകൾ. ബുധനാഴ്ച വൈകിട്ടാണ് ക്ഷേത്രത്തിൽ തൈപ്പൂയാഘോഷത്തിന് കൊടിയേറിയത്. തുടർന്ന് ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവ നടന്നു. പുലാച്ചിത്ര മാതൃസമിതിയുടെ വിളക്കുപൂജയും ഉണ്ടായിരുന്നു. തുടർന്ന് സെമി ക്ലാസിക്കൽ ചിഞ്ചില ഡാൻസ് അരങ്ങിലെത്തി. Thank you.
വ്യാഴാഴ്ച രാവിലെ വിശേഷ പൂജകളുണ്ടായി. തൈപ്പൂയത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ചയും വിശേഷ പൂജകളും വൈകിട്ട് കലാസാംസ്കാരിക പരിപാടികളുമുണ്ടാകും. ജനുവരി 31 ശനിയാഴ്ചയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം. ഫെബ്രുവരി 1 ഞായറാഴ്ച തൈപ്പൂയം ആഘോഷിക്കും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മുള്ളൂർക്കര ആറ്റൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആറ്റക്കോയ തങ്ങൾ ഹൈദ്രോസി മകാം 87ാമത് ആണ്ടുനേർച്ച ജനുവരി 30, 31, ഫെബ്രുവരി 1 എന്നീ തീയതികളിലായി വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം ആറ്റൂർ മഹല്ല് പ്രസിഡന്റ് OM ഏന്ത്യൻ പതാക ഉയർത്തുന്നതോടെ നേർച്ചയ്ക്ക് തുടക്കമാകും. ജാതിമത ഭേദമന്യേ ഓരോ ദിവസവും ധാരാളം ആളുകൾ എത്തുന്ന ആറ്റൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ആറ്റക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സദറുൽ അസീസ് മഹാനവറുകളുടെ 87ാമത് ആണ്ടു നേർച്ച ഈ വരുന്ന 30, 31, ഫെബ്രുവരി 1 തീയതികളിൽ അതിവിപുലമായി നടത്തപ്പെടുകയാണ്. പ്രസ്തുത ഉറൂസിൻ്റെ ഭാഗമായി 30 വെള്ളിയാഴ്ച ജുമാ നിസ്കാരാനന്തരം മഹല്ല് പ്രസിഡന്റ് ബഹുമാന്യനായ OM ഏന്ത്യൻ മാഷ് കൊടി കയറ്റുന്നതോടുകൂടി സമാരംഭം കുറിക്കുകയാണ്. ശേഷം സയ്യിദ് ത്വാഹ തങ്ങളുടെ നേതൃത്വത്തിൽ സിയാറത്തും മഗ്‌രിബ് നിസ്കാരാനന്തരം ധാരാളം പണ്ഡിതന്മാരുടെയും സാദാത്യങ്ങളുടെയും സാന്നിധ്യത്തിൽ ചിസ്തി റാത്തീബ് മജ്‌ലിസും നടക്കുകയാണ്. 31 തീയതി ശനിയാഴ്ച കാലത്ത് 9 മണിക്ക് മഹാന്മാരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഏർവാടി മൗലിദും തുടർന്ന് ഷിസ്തി, റാത്തീബ്, മകാം സിയാത്ത് എന്നിവ നടക്കും. 2ാം ദിവസമായ ശനിയാഴ്ച രാവിലെ ഏർവാടി മൗലീദ്, ഇഷ്ക മജ്ലിസ് എന്നിവയും സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ ആറ്റൂർ മഹല്ല് ദർസ് വിദ്യാർത്ഥികൾ നടത്തുന്ന ഖത്തമുൽ ഖുർആൻ മൗലീദ് സദസ്സ്, മജ്ലിസ് ഉന്നർ, ദുവാ മജ്ലിസ് എന്നിവ നടക്കും. നേരത്തേക്ക് സമാപനം കുറിച്ചുകൊണ്ട് ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ 12 മണി വരെ ജാതി മതഭേദമന്യേ ആയിരക്കണക്കിന് ആളുകൾക്ക് അന്നദാന വിതരണവും നടത്തുന്നുവെന്ന് പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികളായ ജനറൽ കൺവീനർ ഷഹീൻ തങ്ങൾ, ആറ്റൂർ മഹല്ല് ഖത്തീബ് CK ഉമർ അൻവരി, ചെയർമാൻ A അലി, മഹല്ല് സെക്രട്ടറിമാരായ OH ആദം, KK ഹംസ, CM മൊയ്തീൻകുട്ടി എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പൂജാ മഹോത്സവത്തിനായി ഷൊർണൂർ മുതലിയാർ തെരുവ് മാരിയമ്മൻ കോവിൽ ഒരുങ്ങി. ജനുവരി 30 മുതൽ ഫെബ്രുവരി 16 വരെയാണ് പൂജാ മഹോത്സവം. ബുധനാഴ്ച കോവിലിൽ പ്രതിഷ്ഠാദിനം വിപുലമായി ആഘോഷിച്ചു. ബുധനാഴ്ച മാരിയമ്മൻ കോവിലിൽ പ്രതിഷ്ഠാദിനം വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, നവകം പഞ്ചഗവ്യം, കലശാഭിഷേകം എന്നിവയ്ക്ക് ശേഷം പൊങ്കാലയും തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, ഭഗവത് സേവ എന്നിവയും ഉണ്ടായി. കോവിലിൽ ജനുവരി 30 മുതൽ ഫെബ്രുവരി 16 വരെ പൂജാ മഹോത്സവം നടക്കും. ഇതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ദിവസവും വിവിധ കലാപരിപാടികൾ, പ്രഭാഷണം, തായമ്പക, തോൽപ്പാവക്കൂത്ത്, ഭക്തിഗാനമേള തുടങ്ങിയവയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 9 തിങ്കളാഴ്ച രാവിലെ 10 ഉത്സവത്തിന് കൊടിയേറും. തുടർന്നുള്ള ദിവസങ്ങളിലും വിവിധ ആഘോഷ പരിപാടികൾ നടക്കും. 16 തിങ്കളാഴ്ച രാവിലെ 6:15 മഞ്ഞൾ നീരാട്ടത്തോടുകൂടി സത്യകുംഭം ഭാരതപ്പുഴയിൽ നിമജ്ജനത്തിന് പുറപ്പാട് നടക്കും. തുടർന്ന് രാവിലെ 10 മണിക്ക് കൊടിയിറക്കത്തോടെ ഉത്സവാഘോഷത്തിന് സമാപനം കുറിക്കുമെന്ന് ഭാരവാഹികൾ STVയോട് പറഞ്ഞു. ജനുവരി 30 മുതൽ ഫെബ്രുവരി 16 വരെ 18 ദിവസങ്ങളിലായിട്ട് നീണ്ടിട്ടുള്ള ഒരു ഉത്സവമാണ്. ഇതിനിടയിലായിട്ട് നമ്മളൊരു 14 ദിവസം തായമ്പക മഹോത്സവം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. ഈ 14 ദിവസം എന്ന് പറഞ്ഞാൽ അതിൽ കേരളത്തിലെ പ്രമുഖന്മാരായിട്ടുള്ള എല്ലാ തായമ്പക വിദ്വാൻമാരും പങ്കെടുക്കുന്ന ഒരു ഉത്സവം തന്നെയാണ്. തായമ്പക എന്ന കലയെ നമ്മൾ പരിപോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ് ഈ തായമ്പക മഹോത്സവം. അപ്പോൾ അത് ഈ വരുന്ന 30-ാം തീയതി നമുക്ക് ഉദ്ഘാടനം തുടങ്ങും. അന്ന് വൈകുന്നേരം ഒരു പൂക്കുറിക്കൽ എന്ന് പറഞ്ഞൊരു ചടങ്ങ് ഈ അമ്പലത്തിലുണ്ട്. അത് മുതലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഉത്സവം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് 9-ാം തീയതി നമ്മുടെ കൊടിയേറ്റം അന്ന് മുതൽ 9-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള 6 ദിവസങ്ങളിലായി അമ്പലത്തിലേക്ക് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നമ്മൾ 3 നേരവും പ്രസാദ ഊട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
പരുത്തിപ്രയിൽ വടക്കുഭാഗം തൈപ്പൂയ ആഘോഷ കമ്മിറ്റിയുടെ ഓഫീസ് കെട്ടിടം വൈസ് പ്രസിഡന്റ് കുമാരൻ ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പരുത്തിപ്രയിൽ വടക്കുഭാഗം തൈപ്പൂയ ആഘോഷ കമ്മിറ്റിയുടെ സ്വന്തം ഓഫീസ് കെട്ടിടമാണ് ബുധനാഴ്ച പ്രവർത്തനം തുടങ്ങിയത്. രാവിലെ ആഘോഷ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കുമാരൻ നാടമുറിച്ച് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് കെ സദാശിവൻ, സെക്രട്ടറി എ വേണുഗോപാലൻ, ട്രഷറർ എം രാമൻ, രക്ഷാധികാരി ശശികുമാർ കടവത്ത്, ഷൊർണൂർ വിജയൻ എന്നിവർ സംസാരിച്ചു. ഇങ്ങനെ ഒരു കമ്മിറ്റി ഓഫീസ് പരുത്തിപ്ര തൈപ്പൂയാഘോഷം വടക്കുഭാഗത്തൊരു കമ്മിറ്റി ഓഫീസ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും, എല്ലാ മെമ്പർമാർക്കും, നാട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ. ഇതിൻ്റെ ഈ കൂട്ടായ്മ നിലവിലും തുടർന്നും പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂട്ടായ്മയോട് കൂടി എല്ലാ കാര്യങ്ങൾക്കും, ഇതൊരു തൈപ്പൂയാഘോഷ കമ്മിറ്റി ഓഫീസ് മാത്രമല്ല, നമുക്ക് നാട്ടിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇടപെടേണ്ട കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂട്ടായ്മയോട് കൂടിയിട്ട് ഒത്തുണ്ടാവണം എന്നൊരു പ്രാർത്ഥിക്കുകയാണ്. അതിലൂടെ ഒരു സമൂഹം തന്നെ ലക്ഷ്യമിടുന്നത് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി, ഇതിൻ്റെ സംഭാവന പിരിക്കാൻ, ഇതിൻ്റെ ആഘോഷങ്ങളുമായി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു തലമുറ മുഴുവൻ ഇതിലേക്ക് അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ അറിയാതെ മറ്റ് മേഖലയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ തെറ്റായ വഴികളിലേക്ക് പോകുന്ന ഒരു ചിന്തയിൽ നിന്ന് അവരെ വ്യതിചലിപ്പിക്കാൻ ഇത്തരം സംരംഭങ്ങൾ കഴിയും. അതുകൊണ്ട് തന്നെ ദൈവിക വിശ്വാസങ്ങളും അതിനോടനുബന്ധിച്ച ഇത്തരം പ്രവർത്തനങ്ങളും എല്ലാ പ്രദേശത്തും എല്ലാ കാര്യങ്ങളിലും എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ്. സുന്ദരൻ മുഖ്യകാർമ്മിയായിരുന്നു. തൈപ്പൂയ ആഘോഷ കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരുമടക്കം നിരവധി പേർ ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ സന്നിധരായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെർമിറ്റ് പുതുക്കിയില്ല. തൃശൂർ കോർപ്പറേഷന്റെ വാഹനത്തിനെതിരെ കേസെടുത്ത മോട്ടോർ വാഹന വകുപ്പ്. വാഹനത്തിന് പുക പരിശോധനാ സർട്ടിഫിക്കറ്റുമില്ല. ആശാ വർക്കർമാർക്ക് ചിറ്റൂർ നഗരസഭ പ്രതിമാസം 2000 രൂപ നൽകും. തനത് ഫണ്ടിൽ നിന്ന് വേതനം അനുവദിക്കുന്നതിനുള്ള പ്രമേയം നഗരസഭാ കൗൺസിൽ പാസാക്കി. കേരളത്തിൽ ആദ്യമായി ഈ തീരുമാനമെടുക്കുന്നത് ചിറ്റൂർ നഗരസഭ. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ പൊതുസ്ഥലത്ത് മലിനജലം ടാങ്കറിലെത്തിച്ച് ഒഴുക്കിവിട്ടവർക്കെതിരെ നടപടി. 1,00,000 രൂപ പിഴ ചുമത്തി നഗരസഭ എൻഫോഴ്സ്മെന്റ്. തുടർന്നും പരിശോധന ശക്തമാക്കുമെന്ന് അധികൃതർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.